നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു 4 വയസ്സുകാരിക്ക് കൈക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമുയരുകയാണ്. കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തി. പതിവ് പോലെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു, കേസെടുക്കുന്നു. അതൊക്കെ ഒരു ചടങ്ങാണല്ലോ. പക്ഷെ ഇക്കാര്യം നമ്മുടെ നാട്ടിലെ CPM-കാരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലും അവർ ഒരു പക്ഷെ പറയാൻ പോകുന്നത് കൈക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നാവിന് തന്നെയാവും എന്നൊക്കെ ആയിരിക്കും. ഈ നാട്ടിലെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും ഇത് അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല. ഇതെങ്ങനെ യോഗിയുടെ ഉത്തർപ്രദേശിൽ എങ്ങനെ ആയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന മോദിയുടെ, അമിത്ഷായുടെ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ആക്രോശിക്കുമായിരുന്നു. ഇനി DYFIക്കാർ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞാലും ആ കുട്ടിക്ക് ഞങ്ങളുടെ വക ഇതാ ഒരു പൊതിച്ചോറ് എന്നേ അവരും പറയുമായിരുന്നുള്ളൂ. ഈ ആശുപത്രികളിൽ ഈ പൊതിച്ചോറാണല്ലോ മുഖ്യം. ഇതാണല്ലോ നമ്മുടെ ചിന്താ സഖാവ് ഈയിടെ പറഞ്ഞിരുന്നത്. അത് നാം കേട്ടതുമാണല്ലോ. അവർക്ക് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. അവർക്ക് ബോംബ് നിർമ്മാണ ക്ലാസ്സിൽ പങ്കെടുക്കാനുണ്ടാവും, പിന്നെ തെറിവിളി പരിശീലനം ഉണ്ടാവും. അതിനിടയിൽ ഇതിനൊന്നും നേരം കിട്ടിക്കൊള്ളുന്നില്ല, കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ SFI കുട്ടികളാണ്. SFI കുട്ടികൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അറിഞ്ഞാലും അവർ നമ്മുടെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ആ പാവം വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കി ഇടിച്ചും ചതച്ചും എന്താ പറയാ പ്രാണം കളഞ്ഞ ആൾക്കാരാണ്. അവരൊരു പക്ഷെ ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. അതാണല്ലോ ഈ പുതിയ കുട്ടികളുടെ, പുതിയ SFI കുട്ടികളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റില് കത്രിക കുടുങ്ങിപ്പോയ നമ്മുടെ പന്തീരങ്കാവ് സ്വദേശിനി ഹർഷീനയുണ്ട്. ഹർഷീന നീതിക്കായി ഇപ്പോഴും കഴിഞ്ഞ 5 വർഷമായി ആ പെൺകുട്ടി നീതിക്ക് വേണ്ടി സമരം തുടരുകയാണ്. പ്രസവ ശസ്ത്രക്രിയക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ അതിനിടയിലാണ് ഈ പെൺകുട്ടിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങി പോകുന്നത്. ആദ്യമൊക്കെ പറഞ്ഞിരുന്നു ഇത് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ചികിത്സാ പിഴവല്ല, അവരെ തുടർന്ന് ഏതോ ചികിത്സക്ക് വേണ്ടിയിട്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് സംഭവിച്ചതാണെന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷെ അവസാനം എന്താ പറയാ, അന്വേഷണങ്ങൾക്കൊടുവിൽ ബോധ്യമായി ഇത് മെഡിക്കൽ കോളേജിൽ വെച്ച് സംഭവിച്ച ചികിത്സാ പിഴവ് തന്നെയാണ്. ഹർഷീന കഴിഞ്ഞ 5 വർഷമായി നീതിക്ക് വേണ്ടി പൊരുതുകയാണ്. നീതിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി, ആ യുവതി നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് അവസാനം 2 ലക്ഷം പിച്ച കാശ് കൊടുത്ത് ഹർഷീനയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രിയും ഈ ആരോഗ്യ വകുപ്പും നമ്മുടെ ഈ സർക്കാരും, ഇടതുപക്ഷ സർക്കാർ, പാവങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ ഈ പാവം പെൺകുട്ടിക്ക് കൊടുത്തത് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം. ഹർഷീന അത് വാങ്ങിയില്ല. ഹർഷീനയുടെ ആവശ്യം 50 ലക്ഷമാണ്. 50 ലക്ഷമല്ല, 50 കോടി കൊടുത്താൽ പോലും ഹർഷീനെ പോലൊരു യുവതിക്ക് അവർ ഈ കാലത്തിനിടയിൽ അവര് അനുഭവിച്ച അവരുടെ ശാരീരികമായ വിഷമതകൾ, മാനസികമായ വിഷമതകൾ ഇപ്പൊ ആ സ്ത്രീ പിച്ച തണ്ടുകയാണ്. കാരണം ഈ തുടർ ചികിത്സക്ക് വേണ്ടിയിട്ട് ഇനിയും സർക്കാരിന്റെ ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കാനാവില്ല എന്നും പറഞ്ഞ് ഹർഷീന ഈ ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കവെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഈ പുതിയ സംഭവം. കൈക്ക് ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി ആശുപത്രിയിൽ എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ച ആ പിഞ്ചു കുഞ്ഞിന്റെ നാവിൽ കത്രിക വെച്ച ഡോക്ടർമാരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഇങ്ങനൊരു സംവിധാനം ഇവിടെ എന്തും നടക്കാം, എന്തും നടത്താം, ചോദിക്കാനും പറയാനും ആവില്ല. ഇടയ്ക്ക് 2 ഇൻകുലാബ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. അതാണല്ലോ നമ്മൾ ഈയിടെ ഒരു ശസ്ത്രക്രിയ വേണ്ടിയിട്ട്, തൈറോയിഡ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, തൈറോയിഡ് ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് ICUവിൽ പ്രവേശിപ്പിച്ച ഒരു ഹതഭാഗ്യയുടെ കഥ നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷമാണ്, ഏതാണ്ട് 1 വർഷമാവുന്നേ ഉള്ളൂ. ICUവില് ചികിത്സയിൽ കഴിയുകയായിരുന്ന ആ യുവതിയെ ആശുപത്രി ജീവനക്കാരൻ പീഡിപ്പിക്കുന്നു. ഇത് എവിടെയെങ്കിലും കേട്ടറിവുള്ള കാര്യമാണ്? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ ആശുപത്രി അധികൃതരും ഈ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും എല്ലാം കൂടെ നിന്നത് പീഡിപ്പിച്ച വ്യക്തിയുടെ കൂടെയായിരുന്നു. അതാണ് ഏറ്റവും അധികം എന്താ പറയാ നിർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നത്. ഈ അതിജീവിതക്കൊപ്പം, ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പം അവളുടെ നീതിക്ക് വേണ്ടി പോരാടിയ ഒരു നഴ്സിംഗ് സ്റ്റാഫിനെ ഇവര് സ്ഥലം മാറ്റുകയായിരുന്നു. കോടതി പറഞ്ഞിട്ട് പോലും ഈ ആരോഗ്യമന്ത്രി കേട്ടില്ല. ഇതൊക്കെ സംഭവിച്ച നാടാണ്. അപ്പൊ തുടരെ ഈ ഒരു സാധാരണ ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രിയെ പോലെ ഓരോ എന്താ പറയാ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകാൻ കഴിയില്ലല്ലോ.
അവർക്ക് ആശ്രയം എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നിരന്തരമായി ശസ്ത്രക്രിയയുടെ കത്രിക ശരീരത്തിനുള്ളിൽ വെച്ച് തുന്നിക്കൂട്ടുക, കുഞ്ഞുകുട്ടിയുടെ കൈവിരൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ചെല്ലുമ്പോൾ നാവറുക്കുക, ഈ ICUവിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ ആ പെൺകുട്ടിയെ, ആ യുവതിയെ ബലാത്സംഗം ചെയ്യുക. ഇതെങ്ങാനും മറ്റു വല്ല സംസ്ഥാനത്തും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വളരെ എന്താ പറയാ, അന്വേഷണ റിപ്പോർട്ട് തേടി, അങ്ങനെയാണ് പറയാ, അന്വേഷണ റിപ്പോർട്ട് തേടി. നമ്മുടെ ഏതോ സിനിമയിൽ ഇന്നസെന്റ് പറയാവുന്ന പോലെ കണ്ടിട്ടുണ്ട് നമ്മൾ കുറെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താണ് നടപടി എടുക്കുന്നത്? നീ നടപടി എടുത്താൽ തന്നെ അത് വെറും പേരിന് മാത്രം. അതിന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരും ഇതൊന്നും ചെയ്യില്ല, ചെയ്താലും നമ്മൾ കണ്ണടയ്ക്കണം. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചികിത്സാ സംവിധാനം, ഒരു കാലത്ത് കേരളത്തിലെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത്, ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് മെച്ചപ്പെട്ടതായിരുന്നു. ഇപ്പോഴും നമ്മൾ പാട്ട് പാടുകയാണ്, നമ്പർ 1 കേരളം, നമ്പർ 1 ആരോഗ്യ കേരളം, മണ്ണാങ്കട്ട നമ്പർ 1 ആരോഗ്യ കേരളം. അവിടെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവ് അത്യന്ത ഗൗരവമാണെന്നും മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണമെന്നാണ് നമ്മുടെ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരേന്ദ്രൻ പറയുന്നു, മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. മുഖ്യമന്ത്രിയല്ലേ മറുപടി പറഞ്ഞു തന്നെ, അമ്മാതിരി കമന്റുകളൊന്നും ഇങ്ങോട്ട് വേണ്ട സുരേന്ദ്ര എന്നായിരിക്കും മുഖ്യമന്ത്രി പറയുക. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് നമ്മൾ ഇത് ഈ ഒരു അവസരത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ K. സുരേന്ദ്രന് ഒരു ബോധമില്ലേ? ആ മനുഷ്യൻ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചിട്ട് വിശ്രമിച്ച പോലെ നവോത്ഥാന കേരളം, ആരോഗ്യ കേരളം ഒക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ വിശ്രമിക്കുകയല്ലേ. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് മറുപടി പറയണമെന്നൊക്കെ പറയുന്നത് K. സുരേന്ദ്രന് ഒരു വെളിവില്ലാതെ പോയോ? ഈ കുഞ്ഞിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും എന്താ പറയാ, ഈ ആരോഗ്യമന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ആ കസേരയിൽ നിന്ന് പിടിച്ച് മാറ്റണം എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. നടന്നത് തന്നെ. ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു, ഇതാണോ ഈ നമ്പർ 1 ആരോഗ്യ കേരളം എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. ഇവർക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ചോദ്യം. അതായത് ജനങ്ങളുടെ, സാധാരണക്കാരന്റെ ജീവനും സാധാരണക്കാരന്റെ സ്വത്തിനും സാധാരണക്കാരന്റെ ആരോഗ്യത്തിനും ഉറപ്പ് നൽകാത്ത ഒരു സർക്കാർ എന്തിനാണ്? ഈ മുഖ്യമന്ത്രിക്ക്, ഈ മന്ത്രിസഭയ്ക്കും തന്നെ രാജിവെച്ച് പോയിക്കൂടെ? നിങ്ങള് 5 മാസത്തെ 6 മാസത്തെ പെൻഷൻ കൊടുത്താൻ ബാക്കി കിടക്കുന്നു, അവിടെ കിടക്കട്ടെ. പെൻഷൻ മറ്റൊക്കെ പോട്ടെ, ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ, നേരത്തെ പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കറിയാം, പെൻഷൻ അവകാശമല്ല ഔദാര്യമാണ് എന്ന് പറഞ്ഞ ടീമാണ്. ഇനിയിപ്പോ വീണ ജോർജ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് ഇതായിരിക്കും. ഈ ചികിത്സ എന്നൊക്കെ പറയുന്നത് വീണ ജോർജിന്റെ ഔദാര്യമാണ്, വേണമെങ്കിൽ പിടിച്ചോ. ഇവർക്കറിയാം ഈ ധാർഷ്ട്യത്തിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ നടന്നിട്ടും ഒരക്ഷരം മിണ്ടാത്ത ഈ അണികളാണ് ഈ സർക്കാരിനെ ഇത്രമാത്രം നശിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇൻകിലാബ് വിളിക്കുന്ന എന്ത് തെമ്മാടിത്തവും, എന്ത് നെറികേടും, എന്ത് കൊള്ളരുതായ്മയും, എന്ത് അഴിമതിയും എന്തും ചെയ്താൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇതൊക്കെ നവോത്ഥാന കേരളത്തിലേക്കുള്ള യാത്രയുടെ പടവുകളാണ് എന്ന് പറയുന്ന ഒരടിമക്കൂട്ടങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ നടക്കും. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, അവർ കൈവിരൽ ചൂണ്ടും. ഇനിയും കുറച്ച് മാസങ്ങളല്ലേ ബാക്കിയുള്ളൂ. അതുവരെ നാം കാത്തിരിക്കണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഇത്രയും രോഷത്തോടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ആരോഗ്യ പ്രശ്നമുള്ള കാര്യം കൊണ്ടാണ്. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ സർക്കാർ ആതുരാലയങ്ങളാണ്. എന്തുറപ്പിലാണ് അവിടെ പോകേണ്ടത്? ഇതാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ തീരൂ, ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞേ തീരൂ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകട്ടെ. നിങ്ങളൊക്കെ ഇവിടെ ഭരിക്കാൻ വേണ്ടി വെച്ചത് നിങ്ങൾക്ക് കട്ടുമുടിക്കാനല്ല. ഇവിടെ ജനങ്ങൾക്ക് സ്വൈരമായ ജീവിതം, അവരുടെ സുരക്ഷിതമായ ആരോഗ്യം, ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ നിങ്ങളെ അധികാരമേൽപ്പിച്ചത്. അതല്ല നിങ്ങൾക്ക് ഇവിടെ തോന്നിവാസം കളിക്കാൻ വേണ്ടിയിട്ടല്ല.
ഇതിനാണ് ഒരു സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതിനാണ് ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അർഷീനൊക്കെ സംഭവിച്ച പോലെ, അല്ലെങ്കിൽ ആ ICUവിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് സംഭവിച്ച പോലെ ഈ 4 വയസ്സുകാരിക്കും ഈ പെൺകുട്ടിയും ഇനി എത്ര കാലം ആ പെൺകുട്ടിയുടെ നാവിലാണ് കത്രിക വെച്ചത്, അത് ഓർമ്മിക്കണം. തൽക്കാലം ഇത്രമാത്രം.